മന്ത്രി സജി ചെറിയാന്റെ ഭരണഘടനാ അവഹേളന പ്രസംഗത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥനെ തീരുമാനിച്ചു. ക്രൈംബ്രാഞ്ച് കൊല്ലം SP സുരേഷ് കുമാറിനാണ് അന്വേഷണ ചുമതല. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് പുതിയ ഉദ്യോഗസ്ഥനെ തീരുമാനിച്ചത്. ഷെഫീദ് റാവുത്തർ തിരുവനന്തപുരത്തും ചേരുന്നു. ഷെഫീദ്, നമസ്കാരം, പറയൂ. ഗുഡ് ഈവനിങ്. നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ആരായിരിക്കും ആ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ എന്നുള്ള കാര്യത്തിൽ ആകാംക്ഷയിലായിരുന്നു നമ്മൾ. കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഹൈക്കോടതിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിനും അതേപോലെ തന്നെ ഈ ഭരണഘടനാ വിരുദ്ധ പ്രസംഗവുമായി ബന്ധപ്പെട്ട പോലീസ് അടക്കം നടത്തിയിട്ടുള്ള ഇടപെടലിൽ ഹൈക്കോടതി ചെറിയ രീതിയിലുള്ള വിമർശനം കേൾക്കേണ്ട സാഹചര്യം വരുന്നത്. അന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചത് ഇതുവരെയുള്ള അന്വേഷണത്തിന് തുടരന്വേഷണത്തിൻ്റെ ഭാഗമായി ഈ വിഷയത്തിൽ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ, ഒരു ഡിഗ്നിറ്റി ഉള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കണം എന്നുള്ളതായിരുന്നു. ക്രൈംബ്രാഞ്ചിന് കൈമാറണം, കേസ് അന്വേഷിപ്പിക്കണം എന്ന ഹൈക്കോടതി നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ക്രൈംബ്രാഞ്ച് മേധാവിയുടെ ഒരു പാനലൊക്കെ ആവശ്യപ്പെട്ടു. ഇന്നലെയാണ് സംസ്ഥാന പോലീസ് മേധാവി കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിക്കൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇന്ന് കൊല്ലം ക്രൈംബ്രാഞ്ച് SP ആയിട്ടുള്ള സുരേഷ് കുമാറിന് ഈ കേസിന്റെ അന്വേഷണ ചുമതല നൽകിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് ആ ചുമതല നൽകാനുള്ള കാരണം, നിലവിൽ ഇപ്പോൾ പത്തനംതിട്ട ക്രൈംബ്രാഞ്ചിന്റെയും ചുമതല അത് സുരേഷ് കുമാറിന് തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹമായിരിക്കും ഇനി മന്ത്രി സജി ചെറിയാറിന്റെ മല്ലപ്പള്ളിയിലെ ഭരണഘടനാ അവഹേളന പ്രസംഗത്തിൽ അന്വേഷണം നടത്തുക. ഇതിൽ സുപ്രധാനമായ മറ്റൊരു കാര്യം, കഴിഞ്ഞ പ്രാവശ്യം ഹൈക്കോടതി കേസ് പരിഗണിക്കുമ്പോൾ കോടതി ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് അന്ന് ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് കൃത്യമായ മൊഴി ഈ വിഷയത്തിൽ എടുത്തിട്ടില്ല. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ കോടതിയുടെ ഭാഗത്ത് നിന്നും, അതായത് കീഴ്ക്കോടതിയുടെ ഭാഗത്ത് നിന്നും ചില കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യം കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം ക്രൈംബ്രാഞ്ച് വീണ്ടും അന്വേഷിക്കണം, സത്യസന്ധനായ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇത് ഏൽപ്പിക്കണമെന്ന് പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ ആ ഉദ്യോഗസ്ഥരെ തീരുമാനിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥർ ടീമിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം ഉത്തരവിറങ്ങിയാൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. താങ്ക് യു. ഷെഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.